beginning of the creation, God made them male and female. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together, let not man separate. അടുത്ത ക്ലാസ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിൽ അച്ഛനാണ്. ബൈബിൾ പണ്ഡിതനായ അച്ഛൻ യോസിൽ നിന്നാണ് ക്ലാസ് നൽകുന്നത്. കൊച്ചി രൂപത അംഗം. കുടുംബജീവിതത്തിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അച്ഛൻ ക്ലാസ് നൽകുന്നത്. അച്ഛൻ്റെ ക്ലാസ് ശ്രമിക്കുന്നതിന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവു വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. നിങ്ങൾ വീട് പണിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും വീടല്ല, ഒരു കുടുംബം പണിയുന്ന ആലോചനയിലാണ് നിങ്ങൾ. ഈ സമയത്ത് ഇന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നത് നിങ്ങൾ പണിയുന്ന ഭവനം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ആത്മീയ ജീവിതം. ഇതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദവും ഹവ്വയും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അവര് പറുദീസയിൽ അവരെ ദൈവമാക്കിയിട്ട് ഉലാത്താൻ ഇറങ്ങുമായിരുന്നത്രേ. ദൈവം അവരോടൊപ്പം നടക്കാൻ ഇറങ്ങുമായിരുന്നത്രേ. വളരെ ശ്രദ്ധേയമായ ഒരു ക്രിയാപദമാണ് അവിടെ ഉള്ളത്. വളരെ ഫ്രീ ആയി, റിലാക്സ്ഡ് ആയി, സ്നേഹത്തിന്റെ ഒരു മൂഡിൽ ഉള്ള നടപ്പ്. അതാണ് വ്യക്തമായും ആ ക്രിയാപദത്തിലുള്ളത്. നോക്കൂ, അങ്ങനെ ഒരു കുടുംബം, ആദ്യത്തെ കുടുംബം, അതാണല്ലോ ആദവും ഹവ്വയും. പക്ഷെ ആ കുടുംബത്തിന്റെ കേന്ദ്രമായി ദൈവം ആ ഭാര്യ ഭർത്താക്കന്മാരോടൊത്ത് അവരുടെ മധ്യേ നടക്കുന്ന ആ കാഴ്ച, അതാണ് യഥാർത്ഥ കുടുംബം. ആത്മീയതയാണ് ഒരു കുടുംബത്തിന്റെ സത്തയെ നിർണയിക്കുന്നത്. ദൈവം നിന്റെ കുടുംബത്തിന്റെ കേന്ദ്രത്തിലുണ്ടോ ഇല്ലയോ? ഇത് വളരെ നിർണായകമായ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം പണിയാനുള്ള ഈ നിന്റെ ഒരുക്കത്തിൽ നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവം കേന്ദ്രമായുള്ള കുടുംബം എന്ന ചിന്ത ഒന്ന് മനസ്സിൽ ഉറപ്പിക്കണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഈ ദൈവം ഇവരോടൊപ്പം നടന്നു. ഈ ദൈവം അവർക്ക് ചില വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ അവർക്കൊരു തോന്നല്, ഈ ഞങ്ങളുടെ നടുക്ക് എന്തിനായി ദൈവം? എന്തിനാണ് ഈ ആത്മീയത? എന്തിനാണ് ഈ പ്രാർത്ഥന? എന്തിനാണ് ഈ കൂദാശകൾ? അവരെന്ത് ചെയ്തു? സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് കരുതി ദൈവത്തെ അവരങ്ങോട്ട് പുറത്താക്കി. ആദ്യ പാപത്തെ ഞാൻ വളരെ ലളിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ദൈവത്തിന്റെ കൽപ്പന അവരെ നിഷേധിക്കുന്നതിലൂടെ, ലംഘിക്കുന്നതിലൂടെ അവർ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തെ പുറത്താക്കി പടിയടക്കുകയാണ് ചെയ്തത്. അതിലൂടെ അവർ ചിന്തിച്ചത് എന്താ? തങ്ങൾക്ക് കൂടുതൽ സ്നേഹവും സന്തോഷവും ഐക്യവും ആനന്ദവും സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടുമെന്നല്ലേ? പക്ഷേ എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാവല്ലോ. പിന്നെ ഭയമായി, ലജ്ജയായി, മരത്തിനു പിന്നിൽ ഒളിക്കലായി. സ്വരം ഉയർന്നു, ദൈവത്തിന്റെ സ്വരം. ഉൽപ്പത്തി 3:9. നീ എവിടെ? ആ ചോദ്യം തന്നെ രസകരമാണ്. ഹീബ്രുവില് അയ്യക്ക എന്നാണ്. നമ്മുടെ മലയാളത്തിൽ അയ്യേ എന്ന് പറയുന്നത് പോലെ അയ്യക്ക. അറിയൂ, അത് ഗ്രീക്കിൽ, അതായത് സെപ്ത്വജിന്തിൽ, ഗ്രീക്ക് പരിഭാഷയാണല്ലോ ഹീബ്രു ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയാണല്ലോ സെപ്ത്വജിന്ത്. ആ സപ്തതിയിൽ
പ്രയോഗം വളരെ സുന്ദരമാണ്. പൂ എയ് എന്നാണ്. രണ്ട് കുക്ക് വിളിക്കുന്ന പോലെ മലയാളികൾക്ക് ഈ രണ്ട് ഭാഗങ്ങളും ഈ രണ്ട് പ്രയോഗങ്ങളും ഹീബ്രുവിലുള്ളതാകട്ടെ ഗ്രീക്കിലുള്ളതാകട്ടെ വളരെ രസകരമാണെന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഒറിജിനൽ ടെക്സ്റ്റ് പറയുന്നത്. അയ്യക്ക പൂ എയ്. ദൈവം ചങ്കുപൊട്ടി വിളിച്ചു ചോദിച്ചതാണ് അയ്യക്ക. കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, ആദവും ഹവ്വയും ദൈവം തങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി ഇരിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യം മാത്രമല്ലേ, ദൈവത്തിന്റെ ആവശ്യം കൂടിയാണ്. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ പിൽക്കാലത്ത് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, സൃഷ്ടി എന്നത് സ്നേഹിക്കാനുള്ള ദൈവത്തിന്റെ കൊതിയുടെ പ്രതിഫലനമാണ്. സ്നേഹം എന്നുള്ളത് പകരാനുള്ളതാണ്. എങ്കിൽ ദി അതർ ആവശ്യമാണ്, സൃഷ്ടി ആവശ്യമാണ്, ആദവും ഹവ്വയും ആവശ്യമാണ്. അവിടെ ദൈവത്തിന് സ്നേഹിക്കാൻ വേണ്ടി തന്നെയാണ് കുടുംബം ദൈവം ആഗ്രഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ, കുടുംബത്തിൽ കേന്ദ്രമായി, അവരുടെ സ്നേഹത്തിന് ഉറവയായി, അവരുടെ സ്നേഹത്തെ ശക്തിപ്പെടുത്തുന്ന വലിയ സാന്നിധ്യമായി, അവരുടെ സ്നേഹവും സന്തോഷവും സമാധാനവും മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്ന വലിയ കരുത്തായി തീരുക എന്ന സ്നേഹത്തിന്റെ തീരുമാനമാണ് ആ കുടുംബത്തെ, അതായത് ദൈവത്തിന്റെ തീരുമാനം. സ്നേഹമെന്ന് ഞാൻ വിളിക്കുന്നത് തീർച്ചയായും ദൈവത്തെ തന്നെയാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ ആത്മീയത എന്ന് വെച്ചാൽ കുടുംബത്തിലെ ദൈവ സാന്നിധ്യം തന്നെയാണ്. ദൈവത്തിന് കുടുംബത്തിൽ ആയിരുന്നേ പറ്റൂ. കുടുംബത്തിന് ദൈവത്തെ കൂടാതെ ആയിരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ആ ചോദ്യവുമായി ദൈവം വന്നത്, നീ എവിടെ? അവിടെയാണ് പിന്നെ കുറ്റപ്പെടുത്തലുകൾ. നോക്കൂ, ദൈവത്തെ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പടിയിറക്കിയവർക്ക് പിന്നെ പരസ്പരം പഴിചാരാനേ നേരമുള്ളൂ. എന്തിന്? പ്രപഞ്ചമായി പോലും വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. നോക്കൂ, ദൈവം പടിയിറങ്ങിയാൽ ശാന്തത, സ്വസ്ഥത, സ്നേഹം, പരസ്പര ധാരണ, യഥാർത്ഥ സ്വാതന്ത്ര്യം, ഇതെല്ലാം കൂടെ പടിയിറങ്ങിപ്പോകും. കാരണം അതെല്ലാം ദൈവത്തിന്റെ തന്നെ സവിശേഷതകളാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ദൈവം ആദ്യത്തെ കുടുംബത്തിൽ തോറ്റു. ദൈവത്തെ ആദ്യത്തെ കുടുംബം അങ്ങോട്ട് പടിയിറക്കി വിട്ടു. പക്ഷെ ദൈവം തോൽക്കില്ല. ദൈവം അപ്പോൾ തന്നെ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തില് 3-ാം അധ്യായത്തില് വളരെ കൃത്യമായി നമ്മൾ വായിക്കുന്നു. എന്താ നമ്മൾ വായിക്കുന്നത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. നോക്കൂ, കുടുംബത്തിന്റെ ആത്മീയത തകർത്ത, കുടുംബത്തിൽ നിന്ന് ദൈവത്തെ പടിയിറക്കി വിടാൻ ഇടയാക്കിയ തിന്മയുടെ ശക്തിക്കെതിരെയാണ് ദൈവത്തിന്റെ സ്വരമുയർന്നത്. സൂചിപ്പിക്കുന്നത് നസ്രത്തിലെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് കന്യകാ മറിയത്തിന്റെ ഉദരത്തിൽ ഉത്ഭവിക്കാനിരിക്കുന്ന ആ സന്തതിയെ കുറിച്ചാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിന്റെയും മറിയത്തിന്റെയും മധ്യേ ഈശോ കൈകാലിട്ടടിച്ചു കിടന്നപ്പോൾ ദൈവത്തിന്റെ മഹാവിജയം അവിടുന്ന് ആഘോഷിക്കുകയായിരുന്നു. അതാണ് കുടുംബം. കുടുംബം എന്നാൽ ആത്മീയതയുടെ നിറവുള്ള കേന്ദ്രമാണ് കുടുംബം. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവം കേന്ദ്രമായിട്ടുള്ള മേഖലയാണ് കുടുംബം. അങ്ങനെ ഈ ഒരു സവിശേഷത, ദൈവത്തിന്റെ സാന്നിധ്യം, ആത്മീയത എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും അന്വേഷിച്ചു പോകണ്ട, ദൈവ സാന്നിധ്യം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. The presence of God. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിലുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ട്, നിങ്ങളുടെ മക്കളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ട്. The presence of God. ദൈവത്തിന്റെ ഈ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നവരാണ് സ്വാഭാവികമായും പ്രാർത്ഥന ശീലമുള്ളവരാകുന്നത്. ദൈവത്തിന്റെ ഈ സാന്നിധ്യത്തെ സ്വാഭാവികമായും തിരിച്ചറിയുന്നവരാണ് കൗദാശിക ജീവിതം പുലർത്തുന്നത്. ദൈവത്തിന്റെ ഈ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നവരാണ് ദൈവത്തിന്റെ വചനം, വിശുദ്ധ ഗ്രന്ഥം, ബൈബിള് വായിക്കുന്നത്. ദൈവത്തിന്റെ ഈ സാന്നിധ്യം തിരിച്ചറിയുന്നവരാണ് സഭാത്മകതയിൽ വളരുന്നത്. ദൈവത്തിന്റെ ഈ സാന്നിധ്യം തിരിച്ചറിയുന്നവരാണ് ഉപവിപ്രവർത്തനങ്ങളിൽ, മിഷൻ പ്രവർത്തനങ്ങളിൽ എല്ലാം ഉത്സുകരാകുന്നത്. അതുകൊണ്ട് കുടുംബത്തിന്റെ ആത്മീയത എന്നുള്ളത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഈ ആത്മീയതയെ കുറിച്ച് പറയാനുണ്ട്.
ഞാൻ വിവാഹം കഴിഞ്ഞ നവവധൂവരന്മാരെ ഒരു കൂട്ടരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. തോബിത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം ആ സംഭവം. തോബിയാസ് സാറായെ വിവാഹം കഴിക്കുന്ന ആ സംഭവം. പക്ഷേ സാറായിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പിശാച് അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അവളെ വരിക്കുന്ന ആരെയും വധിക്കുക എന്നുള്ളത് ആ പിശാച് ഏതാണ്ട് ധർമ്മമായിട്ട് ഏറ്റെടുത്തിരുന്നത് പോലെയാണ്. അങ്ങനെ പലരും വധിക്കപ്പെട്ടു. അങ്ങനെയുള്ള അവസരത്തിലാണ് തോബിയാസ് അവിടെ എത്തുന്നത്. തോബിയാസിനോട് ദൈവദൂതൻ പറയുന്നത് അനുസരിച്ച് സാറായെ വിവാഹം ചെയ്യാൻ തോബിയാസ് തയ്യാറാവുകയാണ്. ആദ്യ രാത്രി അവർ വിവാഹം കഴിച്ചിട്ട് ആദ്യ രാത്രി ഇങ്ങനെയാണ് തോബിയാസ് സാറായോട് പറയുന്നത്. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്കെഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഭാഗം, അതായത് തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 5 മുതലുള്ള ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം വായിച്ച് ഒരുങ്ങണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. മണവാളന്റെ ആദ്യ രാത്രിയിലെ പ്രാർത്ഥനയാണ് കേട്ടോ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് നാദത്തെ സൃഷ്ടിച്ചു. അവനു താങ്ങും തുണയുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉദ്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നതു നന്നല്ല. അവനു വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്തു വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. തോബിയാസ് സുന്ദരമായി പ്രാർത്ഥനാ ഗീതം ചൊല്ലിയപ്പോൾ അടുത്ത വാക്യം, അവൾ ആര്? സാറ ആമേൻ എന്ന് പറഞ്ഞു. ഭർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന ഭാര്യ, അതുപോലെ തന്നെ ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന ഭർത്താവ്. കുടുംബത്തിന്റെ ആത്മീയതയെ കുറിച്ച് പറയുമ്പോൾ ആദ്യ രാത്രിയിൽ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് എത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സുഹൃത്തുക്കളെ, അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് എന്താണ്? 17-ാം അധ്യായത്തിൽ, അത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തില് 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. എന്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. നോക്കൂ, ഓരോ അബ്രാഹത്തോടും ഓരോ സാറായോടും ദൈവം പറയുന്നത് അത് തന്നെയാണ്. കാരണം എന്താ? ഈ അബ്രാഹത്തിലൂടെയാണ് ദൈവം വലിയ സന്തതി പരമ്പരകളെ സൃഷ്ടിക്കാനിരിക്കുന്നത്. ഈ സാറായിലൂടെയാണ് ദൈവം വലിയ സന്തതി പരമ്പരകളെ സൃഷ്ടിക്കാനിരിക്കുന്നത്. മാത്രമല്ല, ഭൂമിയിലെ സകല മനുഷ്യർക്കും സകല ജനതകൾക്കും അബ്രാഹം ഒരു അനുഗ്രഹമായിരിക്കും. ഭൂമിയിൽ വെറുതെ ജീവിച്ച് കടന്നുപോയാൽ പോരാ, സകല ജനതകൾക്കും അനുഗ്രഹമായി തീരുന്ന ഒരു ജീവിതം, അതാണ് ദൈവത്തിന്റെ സ്വപ്നം. പക്ഷേ അതിന് അടിസ്ഥാനപരമായി വേണ്ടത്, നിന്റെ സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യ അവബോധത്തിൽ ആഴപ്പെടാനുള്ള നിരന്തര ക്ഷണം ബൈബിളിൽ നമുക്ക് കാണാം. നിരന്തര ക്ഷണം, അതുതന്നെയാണ് ആത്മീയ ജീവിതത്തിന്റെ
വളരെ അടിസ്ഥാനപരമായ അവബോധം. ഇനി നമുക്ക് സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്. 127 സങ്കീർത്തനം നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, വീട് പണിയുന്ന കാര്യത്തെക്കുറിച്ച്. അവിടെ 2-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഇത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും അച്ഛൻ നിങ്ങളോട് പണിക്ക് പോകണ്ട എന്നാണ് പറയുന്നതെന്ന്. സങ്കീർത്തനം അങ്ങനെയാണ് പറയുന്നതെന്ന്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തെ മറന്നുള്ള, ആത്മീയതയെ മറന്നുള്ള, വിശ്രമം മറന്നുള്ള, ജീവിത പങ്കാളിയെ മറന്നുള്ള, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നുള്ള കഠിന പ്രയത്നങ്ങളെല്ലാം അത് ആത്മീയതയില്ലാത്ത കാര്യങ്ങളാണ്. ഒരു ഫലവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് കർത്താവ് തിരുവചനത്തിലൂടെ പറയുന്നത്. കുടുംബത്തിന്റെ ആത്മീയതയ്ക്ക് ഈ ഒരു അവബോധം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ ആത്മീയതയ്ക്ക് ആവശ്യമുള്ള ഒരു ആത്മീയതയുടെ പേരാണ് സാബത്ത് സ്പിരിച്വാലിറ്റി. ഒരു സാബത്ത് ആധ്യാത്മികത. നിന്റെ കഷ്ടപ്പാടും ക്ലേശങ്ങളും ദുരിതങ്ങളും ജോലി ബാധ്യതയും കടബാധ്യതയും എന്തുമാകട്ടെ, ദൈവത്തിൽ വിശ്രമം കണ്ടെത്തുക, ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുക. പ്രശ്നങ്ങൾക്കും പരിഹാരം, ഏക പരിഹാരം ദൈവം തമ്പുരാൻ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, നിന്നിൽ തന്നെ ആശ്രയിക്കാതിരിക്കുക. തീർച്ചയായും നിന്റെ സകല കപ്പാസിറ്റിയും നീ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് തൊഴിലാകട്ടെ, മറ്റു കാര്യങ്ങൾ എന്തുമാകട്ടെ. പക്ഷേ ആശ്രയമില്ലാത്ത ഒരു അധ്വാനം നിനക്കുണ്ടാകുകയത്. ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരു അധ്വാനം വ്യർത്ഥമാണ്. ഇനി ഈ ആത്മീയത, കുടുംബത്തിലെ ആത്മീയതയുടെ മറ്റൊരു വശവും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. കർത്താവിന്റെ ദാനമാണു മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കർത്താവിന്റെ ദാനമാണ് മക്കൾ. പ്രിയ സഹോദര സഹോദരി, നിന്റെ കഴിവാണ് മക്കൾ എന്ന് ചിന്തിക്കരുത്. എത്രയോ പേരാണ് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നറിയാവും. പ്രിയ സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളത് കുടുംബത്തിന്റെ ആത്മീയതയുടെ ഒഴിവാക്കാനാവാത്തൊരു വശമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വാക്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. എപ്പോ ജനിക്കുന്ന മക്കൾ? യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ. ബിനൈ നൗറീം, ഇതാണ് ഒറിജിനൽ ടെക്സ്റ്റ്. ബിനൈ നൗറീം, യൗവനത്തിന്റെ മക്കൾ. ചിലപ്പോഴെങ്കിലും ചില ദമ്പതികള് വല്ലാത്ത പിശക് പിടിച്ചൊരു തീരുമാനം എടുക്കാറുണ്ട്. കൊച്ചുങ്ങളൊക്കെ പിന്നീട്, ആദ്യം നമ്മളൊന്ന് സെറ്റിൽ ആവട്ടെ, ആദ്യം നമ്മുടെ കരിയറൊക്കെ ഒന്ന് ശരിയായി വരട്ടെ, ആദ്യം ഈ പരീക്ഷയൊക്കെ ഒന്ന് തീരട്ടെ. സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കണമേ, ദൈവവചനമാണ് പറയുന്നത്. യൗവനത്തിലെ മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. കുഞ്ഞുങ്ങൾ യൗവനത്തിൽ ജനിക്കാൻ ഇടയാകണം, യൗവനത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ അതുകൊണ്ട് ചെറുപ്പക്കാർ തയ്യാറാകണം. തുടക്കത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാവണം. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കുഞ്ഞുങ്ങൾ ഒരിക്കലും ബാധ്യതയല്ല. മദർ തെരേസ ഒരിക്കലും പറഞ്ഞു, ചിലർ പറയാറുണ്ട് ടു മെനി ചിൽഡ്രൻ എന്ന്. ടു മെനി ചിൽഡ്രൻ. എനിക്കറിയാം, ഒരു കുടുംബത്തിൽ 12 മക്കള് ഉള്ള ഒരു കുടുംബം ഇപ്പോഴും എനിക്കറിയാം. ടു മെനി ചിൽഡ്രൻ. മദർ തെരേസ പറഞ്ഞു, ടു മെനി ചിൽഡ്രൻ ഈസ് എ വെരി ബാഡ് എക്സ്പ്രഷൻ. ഡു യു എവർ സേ ടു മെനി ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ? തോട്ടത്തിൽ അയ്യേ എന്തോരം പൂക്കളാണ്, ഇത്ര പൂക്കൾ എന്തിനാ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ എന്നാണ്. ടു മെനി ചിൽഡ്രൻ, നെവർ യൂസ് ദാറ്റ്. ദൈവം ദാനമായി തരുന്ന മക്കളെ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുക. അതിലൂടെ ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയാവോ? ഈ മക്കൾ, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ
യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാ. എന്താ ഇതിന്റെ അർത്ഥം? അതായത് ഒരു യുദ്ധവീരന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് അയാൾ എന്ത് ചെയ്യുന്നു? അസ്ത്രം തൊടുക്കുന്നു. ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ലക്ഷ്യത്തിലേക്ക് അസ്ത്രം പായിക്കുന്നു. കൃത്യമായി അസ്ത്രം അവിടെ പോയി കൊള്ളും. അത് യൗവനത്തിൽ ജനിക്കുന്ന മക്കളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. നീട്ടിവെച്ച് മക്കള് വയസ്സാം കാലത്ത് മക്കള് ജനിച്ചിട്ട് ആ ടാർഗറ്റ് പൂർത്തിയാക്കാം എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. മാത്രമല്ല, ദൈവദാനമായി തരുന്ന മക്കളെ എല്ലാം സ്വന്തമായി സ്വീകരിക്കുന്ന ഒരു മനസ്സ്, ആ മനസ്സ് ജീവിതം തീർച്ചയായും അത് വളരെ ഉത്തരവാദിത്വപരമാണ്, അത് വളരെ ക്ലേശകരമാണ്, അധ്വാനിക്കേണ്ടതുണ്ട്, വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഓർക്കണം, നിന്റെ സകല ടാർഗറ്റും നിന്റെ മക്കൾ പൂർത്തിയാക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ 128 സങ്കീർത്തനം, ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. 128 സങ്കീർത്തനം നിങ്ങളൊന്ന് വായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് കുടുംബത്തിനുള്ള അനുഗ്രഹമാണ്. കുടുംബത്തിനുള്ള അനുഗ്രഹം എന്ന രീതിയിൽ 128 സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സാവധാനം ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ മതി. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഒന്ന്, കുടുംബനാഥനുള്ള അനുഗ്രഹം. എന്താ പറയുന്നത്? കുടുംബനാഥന് അവന്റെ അധ്വാന ഫലം അവന് ഭക്ഷിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് ഭക്ഷിക്കാം. അതായത് നീ ചെയ്യുന്ന അധ്വാനം വ്യർത്ഥമാവില്ല. ആരായി കുടുംബനാഥൻ? കർത്താവിനെ ഭയപ്പെടുന്നവൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ആത്മീയതയുള്ള കുടുംബനാഥനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത കാര്യം എന്താ പറയുന്നത്? നിന്റെ ഭാര്യയെ കുറിച്ചാണ്. നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. അപ്പോൾ ഭാര്യയിലൂടെയുള്ള കുടുംബത്തിലുള്ള ഫലസമൃദ്ധി, അത് കൂടുതൽ മക്കൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല ഫലസമൃദ്ധിയെ കുറിച്ച് പറയുന്നത്. കുടുംബത്തിൽ നന്മയായിട്ടുള്ള ഏതു കാര്യവും ആ ഭാര്യയുടെ ശ്രമഫലമായിട്ടുള്ളതാണ്. അത് അറിയണമെങ്കിൽ നമ്മള് പ്രഭാഷകന്റെ പുസ്തകത്തില് 30-33 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത് വളരെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുടുംബത്തിലെ ഭാര്യയാണ് കുടുംബത്തിന്റെ ഐശ്വര്യം. കുടുംബത്തിന്റെ എല്ലാ സമൃദ്ധിയുടെയും പിന്നിലുള്ളത്, എല്ലാ നന്മയുടെയും പിന്നിലുള്ളത് ഭാര്യയാണെന്ന് തിരുവചനം പറയുകയാണ്. ഫലസമൃദ്ധി. ഒപ്പം നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ആര്? മക്കള്. ഒലിവ് തൈകളുടെ പ്രത്യേകത എന്താ? ഒലിവ് തൈകള് ഈ ഒലിവ് തടിയിൽ നിന്നാണ് ഒലിവ് തൈകൾ വരുന്നത്. അല്ലാതെ ഈ വിത്ത് അല്ലെങ്കിൽ കായ് വീണിട്ടല്ല. ഈ തടിയിൽ നിന്ന് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാവും, ഒലിവ് തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടോ? അപ്പോൾ ഒന്ന്, ന്യൂമറസ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങള്, സമൃദ്ധമായി കുഞ്ഞുങ്ങളുണ്ടാകുക. പ്രിയപ്പെട്ടവർ, ഞാൻ അടിവരയിട്ട് ഇക്കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ക്രൈസ്തവ കുടുംബങ്ങളിൽ മക്കളെ കുറിച്ചുള്ള ചിന്ത 1 അല്ലെങ്കിൽ 2 ആയി ചുരുങ്ങിപ്പോയിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ കൽപ്പനയ്ക്ക്, ഒന്നാമത്തെ കൽപ്പന എന്ന് ഞാൻ പറയും, 10 കൽപ്പനയ്ക്കൊക്കെ മുൻപേ ഉള്ളത് എന്താ പറയുന്നത്? പെരുകി വർദ്ധിക്കുക. പെരുകി വർദ്ധിക്കുക എന്നുള്ള ദൈവത്തിന്റെ ആ ശക്തമായ ഒന്നാമത്തെ കൽപ്പന ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിൽ ചവിട്ടി മെതിക്കപ്പെടുകയാണ്. അതുകൊണ്ട് കൂടുതൽ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അതിശക്തമായി നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വീകരിക്കണമേ, പ്രാർത്ഥിക്കണമേ, ദാനം തരണമേ, പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പോൾ 128 സങ്കീർത്തനത്തിൽ അത് തന്നെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കുടുംബം എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് ഒതുങ്ങുന്നില്ല. 128 വായിച്ചാൽ മനസ്സിലാകും. കുടുംബം എന്നാൽ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും എന്ന രീതിയിൽ ഇട്ടാവട്ടമാണ് കുടുംബം എന്ന് വിചാരിക്കരുത്. തൊട്ടു പിന്നാലെ എന്താ വരുന്നത്? കർത്താവിന്റെ ഭക്തന് അനുഗ്രഹം. എന്താ അനുഗ്രഹം? സിയോനിൽ നിന്ന് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. സിയോൻ യഹൂദ ജനത്തിന്റെ പ്രാർത്ഥനാ കേന്ദ്രമാണ്, ദേവാലയമാണ്. നോക്കൂ, സഭാത്മകതയാണ്, ലിറ്റർജിയാണ്, കൂട്ടായ്മയാണ്, കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്, ഇടവക അനുഭവമാണ്, രൂപത അനുഭവമാണ്, കത്തോലിക്ക സഭ എന്നുള്ള രീതിയിൽ. പ്രിയപ്പെട്ടവരെ നോക്കൂ, കണ്ടോ, കുടുംബത്തിന്റെ ആ അതിർവരമ്പുകൾ എന്തുമാത്രം മാറി മാറി കുടുംബത്തിന്റെ ചക്രവാളം വികസിക്കുമോ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള കുടുംബ ആധ്യാത്മികത ഉള്ളത്. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. കുടുംബ പ്രാർത്ഥന, കുടുംബത്തിലുള്ള തിരുവചന വായന,
കുടുംബം ഒന്നിച്ചുള്ള കൂദാശ സ്വീകരണം, കുഞ്ഞുങ്ങളുടെ മതബോധനം. കുടുംബമാണ് മതബോധനം കേന്ദ്രം, അല്ലാതെ ഇടവക പള്ളിയാണെന്ന് വിചാരിക്കരുത്. കാരണം എന്താ, ഒരാളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്രതമെടുത്തിട്ടില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളല്ലേ വിവാഹം ചെയ്യുന്ന സമയത്ത് ഏറ്റെടുക്കുന്നത്, ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. നിങ്ങളാ വാഗ്ദാനം ചെയ്യുന്നത്. അച്ഛനോ കന്യാസ്ത്രീയോ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകരോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ മതബോധനം. അതുകൊണ്ട് കുടുംബത്തിന്റെ ആധ്യാത്മികതയിൽ കുട്ടികളുടെ മതബോധനം, അതിന് വിശ്വാസപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത വേണം. പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുന്നത് കണ്ട് കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥിക്കാൻ തോന്നണം. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത്, നിങ്ങൾ വായിക്കുന്നത് കണ്ട് കുഞ്ഞുങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ കഴിയണം. ഞാനൊരു കൊച്ചുദാഹരണം പറയാം. ഈശോ കുരിശിൽ കിടന്ന് എന്താ പറഞ്ഞത്? അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതും പറഞ്ഞിട്ടാ 3 ദിവസം നീളുന്ന ഉറക്കത്തിലേക്ക് ഈശോ പ്രവേശിച്ചത്. എവിടുന്ന് കിട്ടിയാണെന്ന് അറിയാവോ? മറിയം, ഈശോയുടെ അമ്മ, ഈ ഉണ്ണി ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതാണ്. 31-ാം സങ്കീർത്തനം 5-ാം വാക്യം. എല്ലാ യഹൂദ മാതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിരുന്നു ഇത്. എന്താ ചെയ്യേണ്ടത്? ഉറങ്ങുന്നതിന് പോകും മുമ്പ് കുഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് കിടക്കണം. അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കണ്ടോ, കുഞ്ഞിന് ചെറുപ്പത്തിലെ പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത, ഉണ്ണീശോയ്ക്ക് ചെറുപ്പത്തിലെ പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത മറിയം കുരിശിൽ 3 ദിവസം നീളുന്ന ഒരു ഉറക്കത്തിന് മുൻപ് ആ ഉണ്ണിക്ക്, 33 വയസ്സുള്ള ഉണ്ണിക്ക് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കുന്ന ആ കാഴ്ച ഞാൻ പറഞ്ഞു വരുന്നത് നോക്കൂ. ഇനി ഈ മറിയത്തിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. കാനായിലെ കല്യാണം വരുന്നത് നമ്മൾ അവിടെ കാണുന്നു. യേശുവും ശിഷ്യന്മാരും വിളിക്കപ്പെട്ടിരുന്നു, അല്ലെ, ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷെ അതിന് തൊട്ടു മുമ്പ് പറയുന്നു ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയുടെ അമ്മയെ ആരും വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈശോയും അപ്പസ്തോലന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷെ മറിയം അവിടെ ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം. ആ നാട്ടിലെ ഏത് വീട്ടിലെ ഏത് ഫംഗ്ഷനും അമ്മ അവിടെ ഉണ്ടാവും. കാരണം എന്താ? അമ്മയുടെ കുടുംബം വിശാല കുടുംബമാണ്, വിസ്തൃതമായ കുടുംബമാണ്. എന്റെ ഇട്ടാവട്ടങ്ങളിൽ ഒതുങ്ങേണ്ടവൾ അല്ല ഞാൻ. ഓരോ കുടുംബനാഥയും മനസ്സിലാക്കണം. എന്റെ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങേണ്ടവനല്ല ഞാൻ. ഓരോ കുടുംബനാഥനും മനസ്സിലാക്കണം. കുടുംബത്തിന്റെ ചക്രവാളം വികസിപ്പിക്കാൻ എത്രമാത്രം കഴിയുമോ അത്രമാത്രം നിന്റെ കുടുംബജീവിതം വികസിക്കും. അതുകൊണ്ടാണ് 12-ാം വയസ്സിൽ ജെറുസലേമിലേക്ക് പോയ ഈശോ 3 ദിവസം ജെറുസലേം ദേവാലയത്തിൽ തങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈശോ അമ്മയും യൗസേപ്പ് പിതാവും വിചാരിച്ചു അവൻ യാത്രാ സംഘത്തോട് കൂടെ കാണും. മനസ്സിലായോ? അതായത് ഇപ്പൊ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അന്ന് ഒറ്റ കുടുംബമായിട്ടാണ് ആ സമൂഹം മുഴുവൻ യാത്ര ചെയ്തിരുന്നത്. സ്വന്തം മക്കൾ എല്ലാവരുടെയും കയ്യിൽ സുരക്ഷിതർ, എല്ലാവരും തങ്ങളുടെയും മക്കൾ. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. ഇനി 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ പോയി നിയമത്തെക്കുറിച്ച്, തൊറായെക്കുറിച്ച് ചർച്ച ചെയ്ത ഈശോയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബത്തിലെ മതബോധനത്തിന്റെ സുന്ദരമായ ദൃശ്യമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബമായിരുന്നു ദേവാലയം എന്നത് മറക്കരുത്. അപ്പം മുറിക്കാൻ അവർ കൂടിയിരുന്നത്, ആദിമസഭ കൂടിയിരുന്നത് എവിടെയാ? കുടുംബത്തില്. കുടുംബമാണ് ദേവാലയം, ആത്മീയതയുടെ കേന്ദ്രം. പിന്നീടാണ് ഈ പറയുന്ന പള്ളിയൊക്കെ ഡെവലപ്റ്റായി വന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ആത്മീയത ഉറപ്പിക്കാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളിൽ ഉണ്ടാവട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ കേന്ദ്രമാകട്ടെ. അതിന് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ കേന്ദ്രം ദൈവം തന്നെയാണോ എന്നിപ്പോഴേ പരിശോധിക്കുക. ഡ്യൂട്രോണമി, നിയമാവർത്തന ഗ്രന്ഥം 6-ാം അധ്യായം പ്രത്യേകിച്ച് നിങ്ങളൊന്ന് വായിക്കുക. അവിടെ ദൈവത്തിന്റെ പ്രൈമസിയെ കുറിച്ച് ഉള്ള ചിന്തകളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ തരിക, അത് മാത്രമായിരുന്നു ഈ ഒരു സെഷനിലൂടെ ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം, അനുഗ്രഹീതമായ കുടുംബജീവിതം, ദൈവത്തിൽ വേരുറപ്പിച്ചിട്ടുള്ള കുടുംബജീവിതം ഞാൻ ആശംസിക്കുന്നു. നിങ്ങളിലൂടെ ഈ തലമുറകളെല്ലാം അനുഗ്രഹീതമാകട്ടെ. ഈ നാട് മുഴുവൻ അനുഗ്രഹീതമാകട്ടെ. സഭ അനുഗ്രഹീതമാകട്ടെ. നന്ദി, നമസ്കാരം. Therefore, what God has joined together,
let not man separate.